അങ്ങനെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചെന്നൈ ഉങ്ങളെ അൻപട വരവേற்றது അനൗൺസ്മെന്റ് ഉറക്കം മുഴങ്ങി. പ്രിയ ഒന്നുകൂടി അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ഈ നഗരം തനിക്ക് തന്നെ ഓർമ്മകളെന്നും പ്രിയപ്പെട്ടതാണ്. കേരളത്തിന്റെ മകളായ താൻ മദ്രാസിന്റെ മരുമകളാവാൻ പോകുന്നു. അവിടുന്ന് ഒരു ടാക്സി ബുക്ക് ചെയ്ത അവൻ അവളെ ഇങ്ങോട്ട് നേരെ വീട്ടിലേക്ക് ചെല്ലും. ഭയപ്പാട് കൂടിയ പ്രിയ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ജോൺ കോളിംഗ് ബെൽ അടിച്ചു. വാതിൽ തുറന്ന ജോണിന്റെ അപ്പയും അമ്മയും വന്നു. മോളെ, യാത്ര സുഖമായിരുന്നോ? പുഞ്ചിരിച്ചെണ്ട മേരി ആന്റി അവളെ കെട്ടിപ്പിടിച്ചു. പ്രിയ അവിടെ യാതൊരു ഭാവമാറ്റവും ഇല്ലാത്ത പ്രകടനത്തിൽ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. എന്നോട് ദേഷ്യമുണ്ടോ മമ്മി? എനിക്ക് വേറെ വഴിയില്ല. അതാ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതെ തേങ്ങിക്കൊണ്ടിരിക്കുന്ന അവളെ ഡൊമിനിക്ക് തലോടി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇതായിരിക്കും നിങ്ങളുടെ വിധി. മോള് പോയി ഫ്രഷായി വാ. ഏകദേശം വൈകുന്നേരമാണ്. രജിസ്റ്റർ ചെയ്യേണ്ട സമയം. അതുവരെ ഒന്ന് റെസ്റ്റ് എടുക്കുക. തമിഴ് ചെവികള മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രിയ ജോണിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണുകൊണ്ട് അവളോട് പോകാൻ കാണിച്ചു. ഒരു സിമ്പിൾ റെഡ് സിൽക്ക് സാരി അവളെ മേരി അണിയിച്ചു. ഒപ്പം ചെറിയ ഓർണമെന്റ്സ്, പിന്നെ തലയിൽ മുല്ലപ്പൂവും ചൂടി അവളെ സുന്ദരിയാക്കി. ജോണും ചന്ദന കളർ ഷർട്ടും മുണ്ടുമായിരുന്നു വേഷം. ഒരുങ്ങിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങ അവളെ കണ്ടപടെ അവൻ കെട്ടിപ്പിടിച്ചു. അയ്യോ വിട്, അമ്മ ഉണ്ട് അപ്പുറത്ത്. വിടമാട്ടേ, അവൻ കുസൃതിയോട് കൂടി പറഞ്ഞു. പോടാ, എന്റെ സാരി നാശാകും. പ്രിയ അവനെ തള്ളിക്കൊണ്ട് പറഞ്ഞു. റമ്പ അഴകാർക്ക്. അവൻ അവളെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജോണേട്ടാ, ഇപ്പൊ എന്റെ അച്ഛനും അമ്മയും പോലീസിൽ പരാതി കൊടുത്ത് കാണും അല്ലെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മൂട് കളഞ്ഞു. നിനക്ക് ഇതേയുള്ളൂ ചോദിക്കാൻ? പ്ലീസ്, താലി കെട്ടുന്നത് വരെയൊന്ന് വാ പൂട്ടോ. അവൻ ചെറിയ പരിഭവത്തിൽ പറഞ്ഞതും പ്രിയ മിണ്ടാതിരുന്നു. അപ്പോഴേക്കും അവന്റെ അപ്പയും അമ്മയും റെഡിയായി ഇറങ്ങി. ജോൺ, എല്ലാം ഓക്കെ താനേ? ടൈം ആച്ച് പോകലാം, ഡൊമിനിക്ക് പറഞ്ഞു. എല്ലാം ഓക്കെ അപ്പ. ഉറക്കെ അച്ഛനെ നോക്കി പറഞ്ഞു ജോൺ. എല്ലാം ഓക്കെ താനേ? അവൻ അവളെ ചെവിയിൽ ചോദിച്ചു. ഡബിൾ ഓക്കെ, കണ്ണിറക്കി പറഞ്ഞു പെണ്ണ്. അവിടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു കണ്ണ് ചിമ്മൽ, ചെറിയ പുഞ്ചിരി. ഇത് രണ്ടും നോക്കി നിൽക്കുന്ന മേരിയും ഡൊമിനിക്കും പരസ്പരം നോക്കി ചിരിച്ചു. അവനും അച്ഛനും കൂടി മുന്നിലായിരുന്നു. പുറകിലായി അവളും അമ്മയും. രജിസ്റ്റർ ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പെട്ടെന്നാണ് പ്രിയത്തിന്റെ മുന്നിലുള്ള കാഴ്ച കണ്ടത്. അച്ഛനമ്മ, കാർത്തിയേട്ടൻ. അവൾ ഞെട്ടലോടെ അവരെ നോക്കി. പിന്നെ ജോണിനെ. അവൻ കവളിൽ ഒരു നെല്ലിക്ക നാവുകൊണ്ട് കുത്തിയുണ്ടാകുന്ന അവന് സ്ഥിരഭാവം ഇട്ടുകൊണ്ട് അവളോട് കണ്ണുകൊണ്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. പ്രിയ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. ആ കുടുംബവും അവളെ നോക്കി കാണുകയായിരുന്നു. അച്ഛാ, ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു പ്രിയ. മോളെ, വാത്സല്യത്തോടെ അവളെ തഴുകി. എന്താ എന്താ ഇവിടെ നടക്കുന്നേ? പ്രിയ ചോദിച്ചു. എല്ലാം ജോണിന്റെ പരിപാടിയാണ് മോളെ. അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. അന്നവർ ഈ വീട്ടിൽ നിന്ന് പോയ ശേഷം അവർ തിരിച്ച് ചെന്നൈ പോയിരുന്നില്ല. അവൻ എന്നെയും നിന്റെ അമ്മയും പുറത്തു വന്ന് മീറ്റ് ചെയ്തിരുന്നു. നിന്നില്ലാതെ അവനൊരിക്കലും ജീവിക്കാൻ കഴിയില്ലെന്നും അവനെ പിരിഞ്ഞൊരു സന്തോഷം നിനക്കും കിട്ടില്ലെന്നും പറഞ്ഞു ജോൺ. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ വേണം കല്യാണം നടക്കാൻ. ഞങ്ങളുടെ മനസ്സ് മാറുന്നവരെ അവൻ കാത്തിരിക്കുമെന്നും കൂടി പറഞ്ഞപ്പോൾ ഞങ്ങൾ തോറ്റുപോയി മോളെ. നിന്നേക്കാൾ മുമ്പ് കണ്ടതല്ലേ ഞങ്ങൾ അവനെ. കാർത്തിയും അവനും ഞങ്ങൾക്ക് ഒരുപോലെയായിരുന്നു. ചെറിയൊരു തെറ്റിദ്ധാരണ കാണും നഷ്ടപ്പെടുത്ത രണ്ട് കുടുംബം തമ്മിലുള്ള സൗഹൃദമാണ്. ആ തെറ്റ് തിരുത്തേണ്ടത് നിങ്ങളുടെ വിവാഹത്തിലൂടെയാണ്. ഞങ്ങളുടെ രക്ഷിതാക്കൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടു. അതിന്റെ തിരക്കിലായിരുന്നു ജോൺ. അതാ അവൻ നിന്നോടൊരു ഗ്യാപ്പ് ഇട്ടത്. പിന്നെ നിന്നോടിത് പറയണമെന്ന് പറഞ്ഞത് അവൻ തന്നെ. അവന് നിന്നോട് ചെറിയ പ്രതികാരം ചെയ്യാനുണ്ടത്രേ. അവനോട് കുഞ്ഞിലെ ചെറുതിന്. എന്നിട്ട് നിന്റെ കൂടെ ജീവിതം തുടങ്ങുന്നു. അച്ഛൻ പറഞ്ഞു തീർന്നതും പ്രിയ അവനെ നോക്കി. കൈ രണ്ടും മാറിൽ കെട്ടിന്ന് അവളെ നോക്കി നിൽക്കുന്നതാണ് ജോൺ. അച്ഛനും അമ്മയും അപ്പോ എങ്ങനെ എത്തി? കരഞ്ഞുകൊണ്ട് അമ്മയെ നോക്കി ചോദിച്ചു പെണ്ണ്. ഞങ്ങളുടെ ജോൺ മോൻ എന്നെ പൊട്ടനാണോ? നീ ട്രെയിനിൽ വന്നപ്പോ ഞങ്ങൾ ഫ്ലൈറ്റിൽ വന്നു. അമ്മ ചിരിച്ചുകൊണ്ട് അവിടെ തലയിൽ തലോടി പറഞ്ഞു. പ്രിയ ഞെട്ടലോടെ ചുണ്ടു കുറിപ്പിച്ച ദേഷ്യത്തിൽ അവനെ നോക്കി. ജോൺ തിരിച്ചു ചെറുതായി ചുണ്ടനക്കി സോറി എന്ന് പറഞ്ഞു. എടാ ദുഷ്ട, നിന്നെ ഞാൻ. പ്രിയ ഓടിച്ചെന്ന് അവനെ നെഞ്ചിൽ തല്ലാനും മടിക്കാനും തുടങ്ങി. അടങ്ങിയിരിക്കെ പ്ലീസ്, ജോൺ പറഞ്ഞു. എന്തിനെന്നെ പറ്റിച്ചത്? എന്തെങ്കിലും ഒരു ത്രിൽ വേണ്ടേ? പിന്നെ നിന്നെയും നിന്റെ വീട്ടുകാരിൽ നിന്നും അകറ്റി ഒളിച്ചോടി കെട്ടാനൊന്നും എനിക്ക് പ്ലാനില്ല. നിന്റെ അച്ഛനമ്മ എനിക്ക് എന്റെ പപ്പ മമ്മി പോലെ തന്നെ. എല്ലാവരെയും സമ്മതിപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ കല്യാണം കഴിക്കും. വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് ഗോഡ് ആൻഡ് ഫാമിലി. എന്തിന് നിന്റെ വിടക്ക് ചേട്ടനെ പോലും ഞാൻ കയ്യിലെടുത്തില്ലേ? ജോൺ കാർത്തിയെ നോക്കി പറഞ്ഞു. പ്രിയ അവിടെ കൈകെട്ടി മാറി നിൽക്കുന്ന അവനെ നോക്കി വേഗം അവനെ പോയി കെട്ടിപ്പിടിച്ചു. സോറി ഏട്ടാ, കരഞ്ഞുണ്ടോ പറയുന്ന അവളെ അവൻ തലോടി. നിന്നേക്കാൾ വലുതല്ല എനിക്കൊന്നും പ്രിയ, അവൻ അവളെ നെറ്റിയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ ഇവനെ എനിക്ക് ഇപ്പോഴും ഇഷ്ടമല്ല. അവന്റെ നേരെ മുഖം തിരിച്ച് ദേഷ്യത്തിൽ പറഞ്ഞു അവൻ. അങ്ങനെ പറയല്ലേ, നമ്മളിനി മച്ചാന്മാരില്ലേ കാർത്തി? ജോൺ വേഗം അവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. പോടാ.
പണ്ട് തൊട്ടേ നീ ജയിക്കും, ഞാൻ തോൽക്കും. കാർത്തി ദേഷ്യത്തിൽ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ നീയല്ലേ കാർത്തി ജയിച്ചത്, നിന്നെ കൺവിൻസ് ചെയ്യാനാവും ബുദ്ധിമുട്ടെന്ന് കരുതിയ എന്നെ നീ ഞെട്ടിച്ചു. നിന്റെ അനിയത്തിക്ക് വേണ്ടി നീ വാശി മാറ്റി. ഈ വാർ എ ഗുഡ് ബ്രദർ, എ ഗുഡ് ഹൊമൻ. ജോൺ പറഞ്ഞതാകും. കാർത്തി തന്നെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. കൂടുതൽ സോപ്പ് വേണ്ട, എന്റെ പെങ്ങളെ നീ വേദനിപ്പിച്ചാൽ നിന്റെ പരിപ്പ് ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ടാണെങ്കിലും ഊരിയെടുക്കും, കാർത്തി പറഞ്ഞു. ഏയ്, ഉൻ തങ്കച്ചി എന്നെ മോശമാ, അവൻ എന്നെ സുമ്മാ വിടാതെ, ജോൺ പറഞ്ഞു തീർന്നതും രജിസ്റ്റർ ഓഫീസിന്റെ അടുത്തുനിന്ന് അവിടെ പേരായിരുന്നു. എല്ലാവരും അങ്ങോട്ട് നടന്നു. രണ്ട് കുടുംബങ്ങളെയും പ്രാർത്ഥനയുടെ അനുഗ്രഹത്തോടെ അവിടെ ആ വിവാഹം നടന്നു. ജോൺ അവളുടെ കഴുത്തിൽ ചെറിയ കുരിശ് വരുന്ന ഒരു മിന്നിമാല കെട്ടിക്കൊടുത്തു. കണ്ണുകൾ നിറഞ്ഞ തന്നെ നോക്കി അവളുടെ നെറ്റിയിൽ അവൻ ചുംബിച്ചു. വെൽക്കം ടു മൈ ലൈഫ് കൊണ്ടാട്ടി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു. ഫോട്ടോ കഴിഞ്ഞ് ചെറുതായി ഹോട്ടലിൽ വെച്ചൊരു കോൺഫറൻസ് ഹാൾ. ജോണിന്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒരു ട്രീറ്റ്. രഘു, റിയ, റിച്ചാർഡ്, റാം, വെഡ്രി എല്ലാവരും ഉണ്ടായിരുന്നു. കോളേജിൽ ഇവിടെ പുറകെ നിന്ന ഉണ്ടച്ചീപ്പിന്റെ തമാശകൾ പറഞ്ഞ് അവർ പരസ്പരം ചിരിച്ചുകൊണ്ടിരുന്നു. ആദ്യ രാത്രി ജോൺ കട്ടിലിരുന്ന് ഫോൺ വിളിക്കുന്നു. ആരെയോ കാര്യമായി വിളിക്കുന്നുണ്ട്. വിവാഹാശംസകൾ പറയുന്ന ഓരോരുത്തരും തമിഴ് ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു. പ്രിയൊരു സാരി എടുത്ത കയ്യിൽ പാലുമായി മുറിയിൽ കയറി മുഖം ഒന്നോട് വീർത്തിരിക്കുന്നു. തന്നുള്ള പരിഭവമാണ് അത് ജോണിന് മനസ്സിലായി. വേണമെങ്കിൽ കുടിച്ചു പറഞ്ഞൊരു ടേബിളിൽ പാൽ വെച്ചുകൊണ്ട് പ്രിയ വേഗം കട്ടിൽ കയറി കിടന്നു. ജോൺ വേഗം ഫോൺ ഓഫാക്കി. ഇതിനെ ഞാൻ എങ്ങനെ മേരിക്കും, കടമുളയെ കാപ്പാത്ത്, അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവളെടുത്തേക്ക് നീങ്ങി. അവളെ പയ്യെ വയറിൽ കെട്ടിപ്പിടിച്ചു. എടുക്ക് തെണ്ടി നിന്റെ കൈക്ക്, എന്തിനടി എന്നെ തെറി പറയുന്നേ, എന്നെ കണ്ടിട്ട് നിനക്ക് പാവം തോന്നുകൂടിയില്ലേ, ജോൺ നിഷ്കളങ്ക ഭാവത്തിൽ പറഞ്ഞു. ചതിയെ, ചന്തു പോലും ഇങ്ങനെ ചതിക്കില്ല, പ്രിയ എഴുന്നേറ്റിരുന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ അറിയാത്ത ചന്തു ആരാ, അവൻ കുറച്ച് കാര്യമായി ചോദിച്ചു. എന്റെ എക്സ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് തെരിയാമ്മ, ഉനക്ക് എക്സ് വൈസ് എല്ലാം ഇருக்கு, അവനും കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞു. ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് എന്തായാലും എല്ലാ കാര്യമൊന്നും എന്നോട് പറയാറില്ലല്ലോ, പ്രതികാരം ചെയ്ത് എന്നല്ലേ പറഞ്ഞത്, പ്രിയ വാശിയിൽ പറഞ്ഞു. ചിഹ്നം മാറ്റടി, അതിനൊക്കെ നീ കോവപ്പെട്ട എങ്ങനെ, നിനക്കൊരു ചിഹ്ന സർപ്രൈസ് തരണമെന്നുണ്ടായിരുന്നു, അത്രയുള്ളൂ. പണ്ട് തള്ളി പറഞ്ഞതല്ലേ, അതിനൊരു കുഞ്ഞു ശിക്ഷ. പക്ഷെ എനിക്ക് നിന്നോട് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. അച്ഛനെയും അമ്മയും വിഷമിച്ച് വരില്ലെന്ന് പറയും കരുതി ഞാൻ വിളിച്ചപ്പോ തന്നെ നീ ഇറങ്ങി വന്നല്ലോ. അന്നത്തെ പോലെ എന്നെ തള്ളി പറഞ്ഞില്ലല്ലോ. നിന്നോട് എനിക്കുള്ളത് കാതൽ ഒരുപാട് കുടിപ്പി. അവൻ അവളെ ഇടുപ്പിലൂടെ വട്ടത്തിൽ ചുറ്റിപ്പിടിച്ചു പറഞ്ഞു. എന്നെ ശരിക്കും ഇഷ്ടാണോ, പ്രിയ കണ്ണുകൾ ഉയർത്തി ചോദിച്ചു. റൊമ്പ, ചിന്ന വയസ്സിൽ ഇരുന്നതേ പൊടിക്കൊടി, പക്ഷെ അത് ലവ് ആണ് മനസ്സിലായത് ഇപ്പഴാ. നിനക്ക് ഓർമ്മയില് പണ്ട് ഞാൻ സ്കൂൾ ബസ്സിൽ പോകുമ്പോ നിന്നെ എന്റെ മടിയിലെത്തി കൊണ്ടുപോകാറുള്ളത്? അത്രയ്ക്കിഷ്ടമായിരുന്നു പെണ്ണെ, അന്ന് നിന്നല്ല ബൊമ്മ പോലെയാ, ജോൺ പറഞ്ഞു. ഇപ്പോ ജോൺ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് അവളെ പെട്ടെന്ന് ബെഡിൽ തള്ളിയിട്ടുകൊണ്ട് അവളുടെ മേലെ കിടന്നു. നല്ല പഞ്ഞി പോലെ അവളെ മാറിലെ മുഖം അമർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ. പ്രിയ അവനെ തള്ളിക്കൊണ്ട് ചെരിഞ്ഞു കിടന്നു. എനിക്ക് ഉറങ്ങണം. ജോണേട്ടൻ ഉറങ്ങിക്കോ, നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും, പ്രിയ വേഗം പറഞ്ഞു. അവൻ അനാവൃതമായ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വയറിലായി പിച്ചിക്കൊണ്ട് അവളുടെ ചെവിയിൽ പയ്യെ ചോദിച്ചു. ദിവസം 7-8 മണിക്കൂർ സ്പോർട്ട് ഹാളിൽ കബഡി കളിച്ച് പരിശീലിച്ച ഇതിനൊക്കെയാണോ ക്ഷീണം? കുറെ ശരീരം ഒന്നനങ്ങിയിട്ട് ഐ റിയലി ഫീൽ സ്ട്രെസ്, ഒന്ന് റിലാക്സ് ആവേണ്ട ആവശ്യമുണ്ട്. അതിന് ഞാൻ എന്ത് വേണം? പ്രിയ ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു. മേക്ക് ലവ് വിത്ത് മീ പ്രിയ. പ്രിയ അവനെ നോട്ടം താങ്ങാൻ കഴിയാതെ കണ്ണുകൾ അടച്ചു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. ഈ തുമ്പിക്കൈ ഒന്ന് മാറ്റോ, മുഖമൊന്ന് കണ്ടോട്ടെ, ജോൺ പറഞ്ഞു. പ്രിയ അവന്റെ പറച്ചിലൊക്കെ അടുത്തും ദേഷ്യത്തോടെ അവനെ നെഞ്ചിലായി കടിച്ചു. അമ്മയെ, അവൻ വേദന കൊണ്ട് കരഞ്ഞു. ഇങ്ങനെ തടിച്ച് യാന അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ, ദേഷ്യത്തിൽ പറഞ്ഞോള്. പിന്നെ ഗുണ്ടായിരുന്നാൽ അപ്പിടിതാ കൊപ്പിടും, ദേഷ്യത്തിൽ അവൻ പറഞ്ഞു. പോ, എനിക്ക് വേണ്ട നിന്റെ അവിടെ ഫസ്റ്റ് നൈറ്റ്. പ്രിയ എഴുന്നേറ്റ് പോകാൻ നിന്നതും അവൻ അവളെ ഒന്നുകൂടെ ബെഡിൽ മറച്ചിട്ടു. കോപപ്പെടാതെ ചെല്ലാം, നിന്നെ എനിക്കിഷ്ടം, ரொம்ப ഇഷ്ടം, നിന്നെ എനിക്ക് വേണം ആനക്കുട്ടി, അവൻ ചുണ്ട് ഞെരടിക്കൊണ്ട് പറഞ്ഞു. പോടാ. അവന്റെ കൈ തട്ടിയതും അവൻ ബലമായി അവളെ ചുണ്ടുകൾ കവർന്നു. അവൾ ആദ്യം പിടഞ്ഞുവെങ്കിലും പിന്നെ അവൾ മത്സരിച്ച് ചുംബിക്കുന്ന തിരക്കിലായിരുന്നു. ചുംബനങ്ങൾ ദിശ മാറി ഒഴുകി. ജോണിന്റെ കൈ കരത്തിന്റെ മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ വേണം പറയാൻ. വസ്ത്രങ്ങൾ അവൻ തന്നിൽ നിന്നും അഴിക്കുന്നതും അവന്റെ ചുണ്ടും നാവും തന്റെ ദേഹത്തിൽ ഒഴുകുന്നതും അവൾ അറിഞ്ഞു. പൂർണ്ണ നഗ്നയാക്കി തന്റെ കാമത്തോടെ നോക്കുന്നവനെ തടയാൻ പോലുമുള്ള ആരോഗ്യമില്ലാതെ ക്ഷീണിച്ചു കിടക്കുന്നതാണ് പ്രിയ. അത്രയ്ക്ക് വശം കെടുത്തിയിരുന്ന ജോൺ അവളെ. ഒരു ചെറു നോവണെ പരസ്പരം ഒന്നിച്ചപ്പോൾ എന്തോ അവൻ അവളുടെ ഒരുപാട് സ്നേഹം തോന്നി. പുതപ്പ് മൂടി കിടക്കുന്ന നഗ്ന മീനുകൾ വീണ്ടും പുണർന്നു. ഹമ്പ അവധിയിരുന്നതാ, അവൻ ചെവിയിൽ പതുക്കെ ചോദിച്ചു. കുഴപ്പമില്ല, ചെറു പുഞ്ചിരിയുടെ പറഞ്ഞു പെണ്ണ്.
എനിക്കിലെ നിന്നോട് ഒരുപാട് പ്രണയം തോന്നുന്നു. ജോൺ അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിതാ ഉങ്ക മേലെ കാതൽ വരുത്, പ്രിയ തമിഴിൽ പറഞ്ഞു. നീ എന്താ എന്നോട് തമിഴിൽ സംസാരിച്ച് ഇത്ര പെട്ടെന്ന് ചെന്നൈ പെണ്ണായോ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എപ്പോഴും മലയാളം പറയുമ്പോഴും ജോണേട്ടൻ തിരിച്ച് മലയാളത്തിൽ തന്നെയല്ലേ മറുപടി പറയാൻ ശ്രമിക്കാറ്? ഇതുവരെ തമിഴ് പറയാറില്ലല്ലോ. ഞാൻ ശ്രമിക്കും തമിഴ് പറയാൻ. പ്രിയ അവന്റെ കുറ്റിത്തടിയിൽ കൈകൊണ്ട് തലോടിക്കൊണ്ട് പറഞ്ഞു. തമിഴ് അവളോ പിടിക്കുമാ? അവൻ വീണ്ടും അവളെ മുറുക്കി പുണർന്നുകൊണ്ട് ചോദിച്ചു. തമിഴും പൊടിക്കും ഉങ്ങളെയും പൊടിക്കും. അവൾ അവനെ നെഞ്ചിന് മുഖം മുളപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജോണിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയായിരുന്നു അതിനുള്ള മറുപടി. അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വന്ന ഒരു പെൺകുട്ടി. ചിലത് നമ്മൾ അവസാനിച്ചു എന്ന് കരുതിയാലും ദൈവം അവസാനിപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ തന്റെ ജീവിതത്തിൽ വന്നവളാണ് പ്രിയ. തന്റെ കാതൽ